ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് 2024 CGL ക്ലിയർ ചെയ്ത നിവേദാണ്. വെൽക്കം നിവേദ്. അപ്പോൾ 2024 CGL ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സെലക്റ്റഡ് ആയത്? ഞാൻ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ടാണ്. അത് പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്നാണ്. അത് ഫൈനൽ ആയിട്ടില്ല, അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത് അവസാനം ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു അല്ലേ? ഈ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു നമുക്കുണ്ടാവുന്ന ഒരു ഇമാജിനേഷൻ, നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, ഏറ്റവും ഉപരി നിവേദിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താ? ഒരു റിസൾട്ട് വന്ന മൊമെന്റ് അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും നിവേദ്? ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അച്ഛനും അമ്മേൻ്റെയും സന്തോഷം കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ഇതാണ്. അവരെയും കൂടെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി വേണമെന്നുള്ളത്. അപ്പോൾ അത് അച്ചീവ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ആണെങ്കിലും ഇപ്പോൾ അധികം ആരും അങ്ങനെ ജോബിലേക്കൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോഴത്തന്നെ കയറിയത് കാണുമ്പോൾ അവരോരും ചോദിക്കുന്നുണ്ട് എന്താണ്, എങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഇതിലേക്ക് വരാനുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ അത് എന്നിലൂടെയാണെന്ന് കാണുമ്പോൾ ഉള്ളൊരു എല്ലാവർക്കും ഒരു മോട്ടിവേഷനും കൂടെ ആയത് അത് ഭയങ്കര സന്തോഷം അല്ലേ? ഓക്കെ, ഏത് സ്ട്രീം, എവിടെ നിന്നാണ്, ഏത് കോഴ്സിൽ നിന്നാണ് SSCയിലേക്ക് എത്തിയത്? ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു പഠിച്ചത്, ഡിഗ്രി. അത് കഴിഞ്ഞ് നേരെ SSCയുടെ പ്രിപ്പറേഷനിൽ നിവേദ് പഠിച്ച കെമിസ്ട്രി എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു? അത് കെമിസ്ട്രി പഠിച്ചതുകൊണ്ടായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ GKയിൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഒരു ടച്ച് വിട്ടു പോയിട്ടില്ല എന്നുള്ളൊരു ആ ഒരു ഗുണം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഏത് സ്ട്രീമിൽ നിന്ന് വന്ന ഒരാൾക്കും SSC ഒരു പുതിയ കാര്യമായിരിക്കും അല്ലേ? അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇതിലൊരു ഫാക്ടർ അല്ല എന്നാണ് നിവേദ് പറയുന്നത്. ഒരു ഫ്രഷറിന് വന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSC. ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറവാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ക്യൂബിറ്റിൽ ജോയിൻ ചെയ്ത് തരാം. എൻ്റെ ബാച്ചിൽ തന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ 10th കഴിഞ്ഞിട്ട് കൊമേഴ്സ് ഫീൽഡിലേക്കാണ് പോയത്. അപ്പോൾ അവൻ മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഗുണിക്കുക, കുറയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഹരിക്കുക, അതിൻ്റെയൊക്കെ പല ബേസിക് കാര്യങ്ങളും അവനെ അറിയില്ല. അതൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലർക്ക് അത് പ്രശ്നമുണ്ട്, ആ ഒരു ഫീൽഡ് വിട്ടു പോയ ആൾക്കാർക്ക്. പക്ഷെ അവൻ പിന്നെ അവൻ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് അവൻ ടോപ്പായി, എന്നെക്കാളും നല്ല മാത്സിൽ നല്ല കേമനായി മാറി. അതെ, അപ്പം ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമല്ല അല്ലേ? പ്രശ്നമല്ല. നമ്മൾ ഈ ഒരു ജേർണിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പങ്ക് എന്താണ്? ഈ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോള് അവിടെ എന്തായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്നതാണെങ്കിൽ ഞാൻ ഇത്ര എത്തുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ വേണം, ഒരു പുഷ് വേണമായിരുന്നു. അതിലെനിക്ക് ക്യൂബിറ്റ് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്സ് ആയാൽ തന്നെ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പുതിയതായിട്ട് തുടങ്ങുക അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് പഠിക്കുക എന്നുള്ളത് ഞാനായിട്ട് എന്തായാലും ചെയ്യാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് തന്നെ കിട്ടി, ക്ലാസ്സൊക്കെ കിട്ടി, അങ്ങനെ ഒരു ഇഗ്നീഷൻ കിട്ടി ഇവിടുന്ന്. ഓക്കെ, ഇവിടുത്തെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയൽസ്, അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ക്യൂബിറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഫാക്കൽറ്റിയാണ്. അത് എടുത്തു പറയാൻ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിൽ ഫാക്കൽറ്റീസ് അതിലും എടുത്തു പറയുകയാണെങ്കിൽ മാത്സും പിന്നെ GK ആണ്. മാത്സിലിപ്പം ഇവിടെ ക്യൂബിറ്റിൽ തന്നെ പഠിച്ച് CGL അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാർ തന്നെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. പിന്നെ അവർ തന്നെ നമുക്ക് മോട്ടിവേഷനൊക്കെ അവർ തന്നെ പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ GK ആണെങ്കിലും ഇതിനെക്കുറിച്ച് നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ എന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ജോഗ്രഫി എടുത്ത നിഖിൽ സാറ് ജോഗ്രഫിയും പൊളിറ്റിക്സും എടുത്തിന്. ആ സാറ് ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അതുപോലത്തെ സാറുമാരും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ GKയിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതിൽ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയിരുന്നു ഇവിടുത്തെ ക്യൂബിറ്റിൻ്റെ. ഒരു SSC ആസ്പിരൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? ടൈമാണോ അല്ലെങ്കിൽ സ്ഥിരതയാണോ? നിവേദ് എന്ത് പറയും? കൺസിസ്റ്റൻസി ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേണ്ടൊരു സാധനമാണ് ഉള്ളിലൊരു മോട്ടിവേഷൻ. അതിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടൊരു 4-5 ദിവസത്തേക്കുള്ളതല്ല. പക്ഷെ നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ അച്ഛനും അമ്മക്കും ഒരു ജോലി വേണം. അതായത് രണ്ടാൾക്കും ഒരു സ്ഥിര വരുമാനമുള്ള ആൾക്കാരല്ല. അപ്പം ഞാനാണ് മൂത്ത മകൻ. ഇപ്പോൾ എൻ്റെയിലാണ് എല്ലാ ഇതും വരുന്നത്, ഉത്തരവാദിത്തമൊക്കെ വരുന്നത്. അപ്പോൾ എനിക്കൊരു ജോലി എന്തായാലും നിർബന്ധമാണ്. അത് എത്രയും വേഗം വേണം. പിന്നെ എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ PGക്കാണ് പോയത്, ഞാൻ ഇതിലേക്കാണ് വന്നത്. ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അപ്പോൾ അവർ 2 കൊല്ലം കഴിഞ്ഞിട്ട് PG എടുത്ത് വരുമ്പോൾ ഞാനിവിടെ ഒന്നുമില്ലാണ്ട് ആയിപ്പോകുന്നൊരു അവസ്ഥയും ആലോചിച്ച് അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ പല ചെറിയ
ഉള്ളിനുള്ളിലൊരു തീ ഒരു സ്പാർക്ക് അല്ലേ, ഉണ്ടായിരുന്നു. അത് അണയാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുക, എന്നിട്ട് അതിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. കൺസിസ്റ്റൻസി പിന്നെ എന്തായാലും വേണം. പല കുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറേ പഠിച്ച് ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് ഒരു ലോസ്റ്റ് ഫീൽ വരുന്നു, ഫെഡപ്പ് ആവുന്നു, ഒരു പോയിന്റിൽ നിർത്താൻ തോന്നുന്നു എന്നൊക്കെ. അങ്ങനെ ഏതെങ്കിലും പോയിന്റിൽ മതി, ഇതെന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ഞാനിത് നിർത്താൻ പോവാണെന്ന് നിവേദിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഡിഗ്രി പഠിച്ച് ഒരു ഫൈനൽ ഇയർ ആവുന്ന സമയത്ത് തന്നെ ഞാൻ PG ചെയ്യുന്നില്ല, ഇതിലേക്ക് തന്നെ വരിക, ഇതിൽ തന്നെ ഇരിക്കുക ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ വേറെ ഒന്നിലേക്കും തിരിച്ചും ഒരു പോക്കില്ല എന്ന് ഞാൻ ആദ്യം ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ മടുപ്പോ അല്ലെങ്കിൽ ഇത് മതി അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. ഒരു ന്യൂ കമറിനോട്, പുതിയൊരു SSC ആസ്പിരൻറ്റിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് നിവേദിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒരാൾ പുതിയതായിട്ട് SSCയിലേക്ക് വരികയാണ്, അപ്പോൾ അതിൽ നിവേദിൻ്റെതായ ഈ ഒരു വിക്ടറിയിലേക്ക് എത്തിയിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിവേദിന് പ്രൊവൈഡ് ചെയ്യാനുള്ളത്? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മോട്ടിവേഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. എന്തിനാണ് ഇതിലേക്ക് വന്നത് അല്ലെ വരുന്നത് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് അത് ഒരു മോട്ടിവേഷനായിട്ട് കൊണ്ടുപോവുക. നിവേദിൻ്റെ ഈ ഒരു ജേണിയിൽ ക്യൂബിറ്റ് എങ്ങനെയാണ് നിവേദിനെ സഹായിച്ചത്? ഞാനിവിടെ 2023 മെയ്യിലാണ് ജോയിൻ ചെയ്യുന്നത്. മെയ് 9 ഒരു ബാച്ച് തുടങ്ങി. അപ്പോൾ റെഗുലർ ബാച്ചായിരുന്നു. അവിടുന്ന് തുടങ്ങി അതൊരു 5-6 മാസം ഉണ്ടായിരുന്നു. ആ ഒരു ബാച്ച് എനിക്കൊരു ബേസ് സെറ്റാക്കി തരാൻ നല്ലോണം സഹായിച്ചിരുന്നു. GK ആണെങ്കിലും റീസണിങ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ആ ഒരു ബേസ് സെറ്റാക്കി തരാൻ അത് നല്ലോണം സഹായിച്ചു. പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് മിഷൻ ബാച്ചിലേക്ക് ചേരുന്നത്. മിഷൻ ബാച്ച് ചേർന്ന നേരം കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെ മാത്സ് ആയാലും GK ആയാലും ആ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കാൻ അതും സഹായിച്ചിരുന്നു. പിന്നെ അങ്ങോട്ട് എൻ്റെ തന്നെ ഒരു മോക്കും അതൊക്കെ കൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ അതിൽ ക്യൂബിറ്റിൻ്റെ റെഗുലർ ബാച്ചും മിഷൻ ബാച്ചും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിവേദ് ഇനിയും എക്സാംസ് എഴുതുന്നുണ്ടോ? ഞാൻ ഇനി എഴുതുന്നുണ്ട്. ഞാൻ എയിം ചെയ്യുന്ന പോസ്റ്റ് ഒരു ഇൻസ്പെക്ടർ പോസ്റ്റാണ്. അപ്പം ഈ കിട്ടിയ പോസ്റ്റ് മോശം എന്നല്ല, ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേ എനിക്ക് ഒരു ജോബ് എന്തായാലും വേണം എന്നുള്ളതിലാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയത് തന്നെ. പക്ഷേ എൻ്റെ എയിം ഒരു ഇൻസ്പെക്ടർ ലെവൽ പോസ്റ്റാണ്. അപ്പോൾ അത് കിട്ടുന്നവരെ ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്യും, എക്സാമൊക്കെ എന്തായാലും എഴുതും. ഓക്കെ, ഒരുപാട് വിജയങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. നിവേദ് ആഗ്രഹിച്ച പോസ്റ്റിൽ നിവേദ് എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്.